ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, ജോത്സ്യൻ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ അച്ഛന് വിഷമമുണ്ടായെന്നുള്ളത് നേരാ. പക്ഷെ അച്ഛൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. സാറ് പറഞ്ഞാ മതി, ഞാൻ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എങ്ങനെയെങ്കിലും ആ ചെങ്കൽ മധുവുമായി ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി പ്രശ്നങ്ങൾ തീർക്കണം. അല്ലാതെ പരാതിയും കൊണ്ട് മുന്നോട്ട് പോയാൽ സച്ചിയുടെ ജീവൻ പോലും അപകടത്തിലാവും. ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? നിങ്ങളുടെ ജീവൻ മാത്രമല്ല, ഇപ്പൊ സച്ചിയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയില്ലേ? ഇനിയിപ്പോ വേറൊന്നും ചെയ്യാനില്ല. ജാമ്യത്തിന് ഒരു നല്ല വക്കീലിനെ വെക്കണം. കോടതി വഴിയുള്ള നീക്കങ്ങൾ അവിടെ നിൽക്കട്ടെ. അർച്ചനയോട് കേസ് പിൻവലിച്ച് മധുവിനെ പോയി കണ്ട് മാപ്പ് പറയണം. അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ കോംപ്രമൈസിനുള്ള സാധ്യതയുണ്ടാവും. ഇല്ലെങ്കിൽ മധു കറുപ്പുടുത്ത് ഇറങ്ങും. അതിനിടവരുത്തരുതെന്ന് അർച്ചനയോട് പറഞ്ഞേക്ക്. ഈശ്വര, എന്റെ ദൈവമേ. അമ്മേ, നിങ്ങൾ ആരും വിഷമിക്കണ്ട. മീരേ, സച്ചിനും അർച്ചനയിലും എനിക്ക് വിശ്വാസമുണ്ട്. അവരെന്നെ ഇവിടുന്ന് ജാമ്യത്തിലിറക്കും. എനിക്കൊന്നും അറിയില്ല. അനുപേട്ടൻ ഇങ്ങനെ ജയിലിൽ കിടന്ന് നരകിക്കുന്ന കാണാൻ എനിക്ക് വയ്യ. അമ്മേ, അമ്മ മീരെ കൊണ്ടുവെക്കോ. അർച്ചനയും സച്ചിയും എല്ലാം ശരിയാക്കി കൊടുക്കും. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് കരയുന്ന കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. നിങ്ങൾ പൊയ്ക്കോ. എനിക്കൊന്നും സംഭവിക്കില്ല. അർച്ചനയും സച്ചിയും എന്നെ രക്ഷിക്കും. ഇല്ലെങ്കിൽ ദൈവം കാത്തോളൂ. എന്താ മോളെ? ഞാനൊരു കാര്യം ചോദിച്ചാ അച്ഛൻ സത്യം പറയണം. അച്ഛൻ ഇതുവരെ ആരോടും കള്ളം പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് മോളോട്. എന്താ മോൾക്ക് ചോദിക്കാനുള്ളത്? എന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണോ അച്ഛാ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത്? അച്ഛനിപ്പോ സ്ട്രോക്ക് വന്നതും സ്നേഹയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതും നന്ദേട്ടന്റെ അപകടവും അനുപേട്ടന്റെ അറസ്റ്റും എല്ലാം എന്റെ കുഞ്ഞ് കാരണമാണോ അച്ഛാ? ദൈവങ്ങളോട് പ്രാർത്ഥിച്ച ദൈവങ്ങള് നമുക്ക് ഏറ്റവും നല്ലതല്ലേ തരൂ. പക്ഷെ എന്നിട്ടും എന്റെ വയറ്റിൽ എങ്ങനെയാ അച്ഛാ? അവൻ നേരത്തെ എല്ലാം പറഞ്ഞു. മോളെ, ജോത്സ്യൻ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ അച്ഛന് വിഷമമുണ്ടായെന്നുള്ളത് നേരാ. പക്ഷെ അച്ഛൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. നിനക്കും സച്ചിക്കും എത്ര കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണതെന്ന് അച്ഛനറിയാം. അതിനുവേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകളും അച്ഛൻ മറന്നിട്ടില്ല. നിന്റെ വയറ്റിൽ അങ്ങനൊരു ദുരാത്മാവും വന്ന് ജനിക്കില്ല. അത് അച്ഛൻ ഉറപ്പാ. പിന്നെ ഈ പറഞ്ഞ് കേൾക്കുന്നൊന്നും മോള് കാര്യമായിട്ടെടുക്കണ്ട. മോളിവിടെ വന്നിരിക്കേ. ഇരിക്കേ.
അത് ശരി. അപ്പൊ കിളവൻ ഇനിയും കാര്യങ്ങളൊന്നും വിശ്വസിച്ചിട്ടില്ല. ഹും. എല്ലാം വിശ്വസിച്ചു എന്ന് കാണിച്ച് എന്നെ പറ്റിച്ചതായിരുന്നല്ലേ? മോളെ, മലമുകളിലെ ക്ഷേത്രത്തിൽ നീ നടത്തിയ പ്രാർത്ഥനകളും വഴിപാടും ഒന്നും വെറുതെ ആവില്ല. യാദൃശ്ചികമായി നമ്മുടെ വീട്ടിലും നിന്റെ വീട്ടിലുമൊക്കെ സംഭവിച്ച ചില കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ ശരിയാണെന്ന് ഒരു നിമിഷം അച്ഛൻ ചിന്തിച്ചു പോയി. അതുകൊണ്ടാ ജോത്സ്യനെ പോയി കണ്ടത്. അത് ശരി. അപ്പൊ കിളവനെല്ലാം തുറന്നു പറയാൻ പോവാണ്. എല്ലാം കൂടി ഒരുമിച്ച് കണ്ടതിന്റെയും കേട്ടതിന്റെയും കുറച്ച് ടെൻഷൻ അച്ഛൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നേരാ. ആ ടെൻഷൻ കൂടിയപ്പോഴാ എനിക്കിങ്ങനെ സ്ട്രോക്ക് വന്നത്. അല്ലാതെ വേറൊരു കുഴപ്പമില്ല മോളെ. എന്റെ വയറ്റിൽ ജനിക്കുന്ന ഒരു കുഞ്ഞു കാരണം നമ്മുടെ വീട്ടില് ദോഷം വരുന്നു എന്ന് കേൾക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അച്ഛ. അച്ഛൻ പറയൂ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് നെല്ലിശ്ശേരിയിൽ ജനിക്കും. അതിനു മുമ്പ് ആരൊക്കെ എന്തൊക്കെ ജാതകദോഷം പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കില്ല. ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാം. ഈ സമയത്ത് നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. ആ മലയിലെ ക്ഷേത്രത്തിലെ പൂജാരി മോളോട് പറഞ്ഞ പോലെ എല്ലാ ഗുണങ്ങളോടും കൂടിയ ഒരു ആൺകുഞ്ഞ് മോൾക്ക് ജനിക്കും. കിളവൻ നല്ല ഒന്നാന്തരം പണിയാണല്ലോ തന്നത്. ഞാൻ ഇതുവരെ ചെയ്തതും പറഞ്ഞതും എല്ലാം പാഴായി. ഇതെവിടെ വരെ പോകും നോക്കാം. മോൾ ഇതൊന്നും കേട്ട് മനസ്സ് തകരരുത്. ആ ജ്യോത്സ്യം പറഞ്ഞു ഒന്നും സത്യമല്ലെന്ന് വിശ്വസിക്കാനാ അച്ഛനിഷ്ടം. അങ്ങനെ സംഭവിക്കും. നെല്ലിശ്ശേരിയിലെ ആരും അത്രയ്ക്ക് വലിയ ദ്രോഹമൊന്നും ആരോടും ചെയ്തിട്ടില്ല. മോള് ധൈര്യമായിട്ട് ചെല്ല്. എല്ലാത്തിനും അച്ഛൻ കൂടെയുണ്ട്. ചെല്ലു മോളെ.